ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ പ്രഭാതിയമ്മയുടെ വീട്ടിലെത്തി പ്രഭാതിയമ്മയെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായിട്ടുമാണ് അറിയാൻ കഴിയുന്നത്. 73 വയസ്സുള്ള ഈ കാണുന്ന അമ്മയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം എന്ന് പറഞ്ഞാൽ സൂപ്പർ വുമൻ, പവർഫുൾ വുമൻ, ഇതാണ് പവർ എന്നിങ്ങനെ കമന്റുകളുടെ ബഹളമാണ് ഈ അമ്മയെക്കുറിച്ച്. സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, അറിയാത്തവർ ചുരുക്കമായിരിക്കും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് എരഞ്ഞിപ്പാലം ട്രാഫിക് സിഗ്നലിനടുത്ത് വെച്ചിട്ട് ഫുട്പാത്തിലൂടെ ഒരു സ്കൂട്ടർ യാത്രികൻ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയി. ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കാൽനടക്കാർക്ക് സഞ്ചരിക്കേണ്ട സ്ഥലമാണ്. അവിടെ കൂടെ സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇതുപോലെ പലരും ഫുട്പാത്തിലൂടെ കയറി ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഫുട്പാത്തിലൂടെ സ്കൂട്ടറുകളും ബൈക്കുകളും ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാറുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ കഷ്ടകാലത്തിന് ഓടിച്ചു വന്നതാണ് ആ ഒരു ചേട്ടൻ. അപ്പോഴാണ് ഈ അമ്മയുടെ വരവ്. ആ അമ്മ ആ പ്രദേശത്ത് തന്നെയുള്ള ആളാണ്. അമ്മ മിക്കവാറും ഇതുപോലത്തെ അവസ്ഥ കാണാറുണ്ട്. അമ്മയ്ക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് മുമ്പ് പലപ്പോഴും. ഈ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ വണ്ടികൾ ഇങ്ങനെ കയറി വരിക, ഒന്ന് ഒതുങ്ങി കൊടുത്തിട്ട് പിന്നെ ചീറിപ്പാഞ്ഞു പോവുക, ഇത് സ്ഥിരം പരിപാടിയാണ്. അങ്ങനെയാണ് യാദൃച്ഛികമായിട്ട് കഴിഞ്ഞ ദിവസം ഈ അമ്മ ഇതുവഴി വരുമ്പോൾ ഈ സ്കൂട്ടർ യാത്രികൻ ഇതുവഴി വരുന്നത്. അമ്മ ഒന്നും നോക്കിയില്ല, ആ വഴി അങ്ങ് അടച്ചു. ഇനി ഇതുവഴി പോകണ്ട, ഇത് കാൽനട യാത്രക്കാർക്കുള്ള വഴിയാണ്. അപ്പം അദ്ദേഹം ചോദിച്ചത്രേ, നിയമം പിടിപ്പിക്കുവാണോ, ഞാനൊന്ന് ഒഴിഞ്ഞു തരാം, അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ അമ്മ കർശനമായിട്ട് തന്നെ നിന്നു. ഇത് കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കേണ്ട സ്ഥലമാണ്, ഇതുവഴി വാഹനങ്ങൾ പോകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണമെന്ന്. പക്ഷെ ആ ചേട്ടൻ പോകാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഈ അമ്മ അങ്ങ് മാറും എന്നുള്ള ധാരണയില്ല. പക്ഷെ അമ്മ പുലിയാണ് കേട്ടോ. ഉടനെ തന്നെ ആ അമ്മ തന്റെ ഫോൺ എടുത്തിട്ട് സ്കൂട്ടർ യാത്രികന്റെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. എന്തായാലും അവസാനം ആ അമ്മയോട് തോറ്റ് സ്കൂട്ടർ യാത്രികൻ സ്കൂട്ടർ തിരിച്ച് റോഡിലേക്ക് തന്നെ ഇറക്കി അതുവഴി പോകുന്നതാണ് കാണുന്നത്. ഈ വീഡിയോ പകർത്തിയത് അഫ്ലു എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന് ഇതുപോലത്തെ അവസ്ഥ നേരിട്ടിട്ടുണ്ട്. ഫുട്പാത്തിലൂടെ പോകുമ്പോൾ വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞൊക്കെ ടൂ വീലറൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക്കിന്റെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഈ ഒരു അമ്മ വരുന്നതും ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നതും. സംഭവം കയറി അങ്ങ് വൈറലായി. പ്രഭാവതി എന്നാണ് അമ്മയുടെ പേര്. എന്തായാലും പ്രഭാവതി അമ്മ ഇപ്പോ വൈറൽ പ്രഭയാണ്. ഈ അമ്മ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതുപോലുള്ള നിയമലംഘനങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ അനീതി കണ്ടു കഴിഞ്ഞാൽ ആ അമ്മ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിന് ആരും സപ്പോർട്ട് ചെയ്യില്ലെങ്കിലും താൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതാണ് തന്റെ ഒരു സ്വഭാവം എന്നാണ് പറയുന്നത്. എന്തായാലും 24-ൽ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞ പോലെ റോഡിൽ പ്രഭാവതി അമ്മയുണ്ട്, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിയമം ലംഘിക്കരുത് കേട്ടോ എന്നൊരു പരസ്യം മോട്ടോർ വാഹന വകുപ്പ് മിക്കവാറും വെക്കുമെന്ന് തോന്നുന്നു. ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ ഈ പ്രഭാവതി അമ്മയെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രഭാതി അമ്മയുടെ വീട്ടിലെത്തി പ്രഭാതി അമ്മയെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഫുട്പാത്തിലൂടെ വാഹനം ഓടിച്ച ആ വ്യക്തിക്കെതിരെ MVD കേസെടുത്തു. അദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായിട്ടുമാണ് അറിയാൻ കഴിയുന്നത്.